ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മീരയെടുത്തി അർച്ചനയോട് പറയുന്നു, എന്തായാലും ഇക്കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാക്കാൻ അത് സച്ചിയോട് തന്നെ ഇക്കാര്യം തുറന്നു പറയണം. എന്നാൽ മാത്രമേ ഉടനെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ. ഈ കാര്യം മനസ്സിൽ നീ കൊണ്ടു നടന്ന് വെറുതെ നീ ഇങ്ങനെ നേറിപ്പോകേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സച്ചിയോട് ഇക്കാര്യം പറയുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. മറ്റുള്ളവരെല്ലാവരും നിന്നെ തള്ളി പറയുമ്പോൾ സച്ചിയെങ്കിലും നിന്റെ കൂടെ നിൽക്കും, സ്വന്തം ഭാര്യ എന്ന നിലയ്ക്ക്. അതുകൊണ്ട് എല്ലാ കാര്യവും ഉടനെ തന്നെ ശശിയോട് അറിയിക്കുക. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവന്തികേട്ടത്തി എന്നുള്ള നിന്റെ ഈ സംബോധന അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്തെങ്കിലും അവളെ ഏട്ടത്തിയെന്ന് വിളിക്കരുത്. കാരണം നിന്റെ ഏട്ടത്തിയായ എനിക്ക് കൂടി അത് നാണക്കേടാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അവളെ പോലെയുള്ളവളെ വിളിക്കേണ്ട പേരെന്താണെന്ന് എൻ്റെ നാവി വരുന്നുണ്ട്, വല്ലാതെ ചൊറിഞ്ഞു വരികയാണ് എന്ന് മീരയെടുത്തി അർച്ചനോട് പറഞ്ഞു. പിന്നെ ഒരു കാര്യം മോളെ നീ മനസ്സിലാക്കിക്കോ, ഞാൻ ഇങ്ങോട്ട് വന്നത് ആതിര ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് നീ ഇവിടെ ഇക്കാര്യമൊക്കെ ഓർത്ത് ആകെ ടെൻഷനിലാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് ഒരു കൂട്ടുകൂടിയാകട്ടെ എന്ന് കരുതിയാണ്. നീ വല്ലാതെ ടെൻഷൻ അടിക്കുകയും ആദ്യ പിടിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ ഇവിടേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇനി ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അവന്തികയെയും ധനുഷിനെയും അല്ലെങ്കിൽ അവന്തികയെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്ന കാര്യം നമുക്ക് രണ്ടു പേർക്കും കൂടി ചേർന്ന് നടപ്പിലാക്കാം. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട പോലെ, ഞാനുണ്ടല്ലോ നിന്റെ കൂടെ, നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് മീരയെടുത്തി അർച്ചനയെ സമാധാനിപ്പിക്കുന്നു. അർച്ചന അതെല്ലാം കേട്ട് മീരയെടുത്തി തനിക്ക് ഒരു കട്ട സപ്പോർട്ട് നൽകുന്നത് കൊണ്ട് അതിൻ്റെ സന്തോഷത്തിൽ അർച്ചന നിൽക്കുന്നു. അതിനുശേഷം അവന്തികയെ കാണുവാനായി അജയൻ പുറത്തു വെച്ച് കാണാനായി കാത്തു നിൽക്കുമ്പോൾ അവിടേക്ക് അവന്തികയുടെ കാറ് വന്നെത്തി. അവന്തിക കാറിൽ നിന്ന് ഇറങ്ങിയതും അജയനോട് ദേഷ്യത്തോടെ ചോദിച്ചു, അതെ, നീ ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ നിന്നെ കാണാനായി വരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഒരു വിധത്തിലാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്ത് പാടുപെട്ട അവിടെ നിന്ന് ഇറങ്ങിയെന്ന് എനിക്കേ അറിയത്തുള്ളൂ. നീ ഇപ്പോൾ എന്തിനാ എന്നെ വിളിപ്പിച്ചത് എന്ന് അജയനോട് ദേഷ്യത്തോടെ അവന്തിക അന്വേഷിച്ചു. അജയൻ അത് കേട്ടതും പറഞ്ഞു, അതെ, എനിക്ക് ചേച്ചിയെ ഒന്ന് കാണാൻ വേണ്ടിയാ, എൻ്റെ കല്യാണക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. അനക്കയെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, അവളോട് ഞാൻ സംസാരിച്ചു. പക്ഷേ അവൾക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലാത്ത രീതിയിലാണ് പെരുമാറിയത്. അല്ല, ചേച്ചി അവളോടൊന്നും പറഞ്ഞില്ലേ എന്ന് അവന്തികയോട് അജയൻ ചോദിച്ചതും അജയനോട് അവന്തിക പറഞ്ഞു, അത് ശരി, നീ എന്തൊരു മണ്ടത്തരാ കാണിച്ചത്. അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് നയത്തിൽ പറഞ്ഞ് അവളെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് കരുതിയിരുന്നപ്പോൾ നീ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ അവളോട് എന്തിനാ പറഞ്ഞത്? അതിൻ്റെ ദേഷ്യത്തിലാണ് അവൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചതും. എന്തായാലും അവളുടെ സമ്മതത്തോടെ ഉടനെ ഒരു വിവാഹത്തിന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കാം, അവളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം എന്ന് അവന്തിക അജയനോട് അറിയിച്ചു. അത് കേട്ടതും അജയൻ പറഞ്ഞു, എന്നാലേ എനിക്ക് അത്ര വിശ്വാസമില്ല, അവള് ഇതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അജയൻ പറഞ്ഞു. അവൾക്ക് സമ്മതമില്ലാത്ത രീതിയിലാണ് അവളുടെ പെരുമാറ്റങ്ങളൊക്കെ എന്ന് അജയൻ പറയുമ്പോൾ അവന്തി ചോദിച്ചു, പിന്നെ നീ എന്ത് ചെയ്യാനാ? നിന്നെപ്പോലെ ഒരുത്തനെ അവൾ വിവാഹം കഴിക്കുമെന്നാണോ നീ കരുതിയത്? അതെ, സന്ദീപിനെ വിവാഹം കഴിക്കാൻ കഴിയാത്തതിൻ്റെ, അവൾക്ക് കിട്ടാത്തതിൻ്റെ സങ്കടത്തിലാണ് അവൾ ജീവിക്കുന്നത്. പക്ഷേ അവനേക്കാളും യോഗ്യനായ ഒരാളാണ് ഇനി അവളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത്? ഈ ക്രിമിനൽ കേസിലെ പ്രതിയായ നിന്നെ എങ്ങനെ അവൾ സ്വീകരിക്കും? അവൻ്റെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ എന്നെല്ലാം അജയനെ കുറ്റപ്പെടുത്തി അവന്തിക ചോദിച്ചു. അവന്തികയുടെ ചോദ്യങ്ങൾ കേട്ട് നിൽക്കുന്ന അജയൻ ചോദിച്ചു, അത് ശരി, കൊള്ളാം, നിന്നെപ്പോലെ ഇങ്ങനെ ഒരുത്തനെ അവൾ ഒരിക്കലും ഇഷ്ടപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന അജയനോടുള്ള അവന്തിയുടെ ചോദ്യം കേട്ട് അജയൻ പറഞ്ഞു, എന്നാലേ സന്ദീപിനെ പോലെ മിടുക്കനായ ഒരുത്തനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊലക്കേസ് ഏറ്റെടുക്കാനായി കിട്ടാതെ പോയത്? അങ്ങനെ ഒരുത്തനെ കണ്ടുപിടിക്കാൻ പാടില്ലായിരുന്നോ? അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ആവശ്യമായി വരില്ലായിരുന്നല്ലോ. അതെ, ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തതേ എന്ത് കാരണത്താലാണെന്നറിയാവോ? ഒന്നാമത് ആ കമ്മീഷണർ, അയാൾ എങ്ങനെയുള്ള ആളാണെന്നറിയാവോ? അയാളുടെ ഇടി അത് അപാരം തന്നെയാണ്. പിന്നെ എൻ്റെ കാലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തെടുത്ത ആ വെടിയുണ്ടയുടെ നീളവേ ദാ ഇത്രയുണ്ട്, അറിയുമോ എന്നെല്ലാം ചോദിച്ച് അജയൻ അവന്തികയോട് ദേഷ്യത്തോടെ സംസാരിച്ചു. ഞാനതൊക്കെ സഹിച്ചത്, ആ വേദനയൊക്കെ സഹിച്ചതേ സന്ദീപിനെ പോലെ ഒരുത്തനാണെങ്കിലേ അവൻ ഒരിക്കലും ഇതിനൊന്നും തയ്യാറാവില്ല. പിന്നെ ഞാൻ ഈ വേദനയെല്ലാം സഹിച്ചു നിന്നതേ അനഘയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അനഘയോടൊപ്പമുള്ള ഒരു ജീവിതം, അനഘയോടൊപ്പമുള്ള ആ ജീവിതത്തെക്കുറിച്ച് മാത്രം ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെയെല്ലാം തീരുമാനിച്ചത്. അതുകൊണ്ട് അതെല്ലാം ഞാൻ വേദനയെല്ലാം സഹിച്ചത്. അതിനാണ്
ഞാനിപ്പോൾ ഇക്കാര്യം പറയാൻ വന്നത്. അതെല്ലാം കേട്ട് കഴിഞ്ഞതും അവന്തിക പറഞ്ഞു, അതെ, ഇപ്പോൾ നീ ഇതൊക്കെ പറഞ്ഞു നിൽക്കാതെ എന്നെ ഇപ്പോൾ നീ വിളിപ്പിച്ചതിൻ്റെ കാരണം എന്താണെന്ന് പറ. എനിക്ക് വേഗം പോകണം, അധിക നേരം നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അവന്തിക പറഞ്ഞതും അജയൻ പറഞ്ഞു, അതെ, ഞാൻ വിളിപ്പിച്ചത് വേറൊന്നിനുമല്ല. ആ അനഘയോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ വിവാഹവും അവൾ ഒരിക്കലും അംഗീകരിക്കില്ല, അതിനവൾ സമ്മതിക്കില്ല എന്ന് അതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു, അതെ, അതാണ് ഞാനും പറഞ്ഞു വരുന്നത്. നീ ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒന്ന് ആലോചിക്കുകയും, ഞാൻ നിനക്ക് പണം തരാമെന്ന് പറഞ്ഞല്ലോ. ഇനി അതല്ല, ഇനിയിപ്പോൾ നീ പറഞ്ഞതുപോലെ അവളുമായിട്ടുള്ള വിവാഹത്തിനാണ് നീ നിർബന്ധം പിടിക്കുന്നതെങ്കിൽ എനിക്കൊരല്പം കൂടി സാവകാശം വേണം എന്ന് പറഞ്ഞപ്പോൾ അവന്തികയോട് അജയൻ പറഞ്ഞു, എന്നാൽ ഇനിയൊരു സാവകാശത്തിനല്ല, എത്രയും വേഗം തന്നെ ഈ വിവാഹം നടത്തണം, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അത് കേട്ട അവന്തിക ചോദിച്ചു, എത്രയും വേഗം എന്ന് പറഞ്ഞാൽ എന്താ, അടുത്ത മാസമോ എന്ന് ചോദിച്ചതും അജയൻ പറഞ്ഞു, അടുത്ത മാസമൊന്നുമല്ല, നാളെ തന്നെ, നാളെ 10-നും 10:45-നുമായിട്ടുള്ള ആ ശുഭമുഹൂർത്തത്തിൽ അവന്തികയും അനഘയും ഞാനും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കണം. അതാണ് എൻ്റെ ആവശ്യം. അത് ഉടനെ തന്നെ നടത്തി തരണം. വലിയ ആർഭാടമൊന്നും വേണ്ട, ഒരു താലികെട്ട് അത്ര മാത്രമേ ഉള്ളൂ. കാരണേ, ഞാനിപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? അനഘയോട് അവന്തിക എന്ന് പറയുന്ന നിങ്ങൾ എത്ര സംസാരിച്ചാലും അവൾ വിവാഹത്തിന് സമ്മതിക്കില്ല. പിന്നെ ആദ്യത്തെ കാരണം, അനഘയെന്നുള്ള അവന്തിക എന്ന് പറയുന്ന നിങ്ങളെ എനിക്കൊട്ടും വിശ്വാസമില്ല. അതാണ് ഒന്നാമത്തെ കാരണം. നിങ്ങളിപ്പോൾ ഇതിനൊക്കെ എന്നോട് സമ്മതിച്ചത് തന്നെ നിങ്ങളെ കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും, നിങ്ങൾ കൊന്നതിൻ്റെയും കൊല്ലിച്ചതിൻ്റെയുമായിട്ടുള്ള എല്ലാ രേഖകളും എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ എൻ്റെ ഈ ആഗ്രഹത്തിന് അല്ലെങ്കിൽ എൻ്റെ ഈ ആവശ്യത്തിന് അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ടും, പിന്നെ മറ്റൊരു കാര്യം, അനഘയ്ക്ക് നിങ്ങളുമായിട്ട് ഇനി കൂടിച്ചേർന്ന് പോകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അനഘ നിങ്ങൾ നിശ്ചയിച്ച ഈ വിവാഹത്തിന് സമ്മതിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ അനഘ അതിൽ നിന്ന് രക്ഷപ്പെടാനായി ഉടനെ തന്നെ അർച്ചനയിൽ അഭയം പ്രാപിക്കും. അത് തീർച്ചയാണ്. അർച്ചന ഈ വിവാഹം മുടക്കാനായി തുനിഞ്ഞിറങ്ങും. അറിയാവല്ലോ പിന്നെ എന്താ സംഭവിക്കുക എന്ന്. ഇതുവരെയുള്ള അനുഭവം വെച്ച് അവസാനം അർച്ചന ഈ വിവാഹം മുടക്കുകയും ചെയ്യും. തല്ലും കൊണ്ട് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യും. നിങ്ങൾ എത്രയൊക്കെ വെല്ലുവിളി ഉയർത്തിയെന്ന് പറഞ്ഞാലും ഇതുവരെയുള്ള അനുഭവം വെച്ച് അർച്ചനയുമായി ഏറ്റുമുട്ടുമ്പോൾ എന്നും തോൽവി മാത്രമാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനഘയുമായിട്ടുള്ള ഈ വിവാഹം എത്രയും വേഗം നടത്തുക. അനഘ സഹായവുമായി അർച്ചനയുടെ മുന്നിൽ ചെല്ലുന്നതിന് മുൻപ് തന്നെ ഈ വിവാഹം നടത്തണം. അതാണ് എൻ്റെ ആവശ്യം. അതുകൊണ്ട് ഉടനെ തന്നെ ഒരു തീരുമാനം പറയണം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെ, വെറുതെ ജയിലിൽ കിടന്ന് നിങ്ങളും അഴി എണ്ണേണ്ടി വരും. അറിയാവല്ലോ, അടുത്ത കോടതി കൂടുമ്പോൾ ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയും. പിന്നെ ചേച്ചിക്കും അനുജത്തിക്കും ഒരുപോലെ തന്നെ ജയിലിൽ പോയി കിടക്കാം. ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇപ്പോഴുള്ള ഈ പത്രാസും ഈ സുഖകരമായ ജീവിതവും നെല്ലിശ്ശേരിയിൽ അവന്തിക എന്നുള്ള ഈ പേരും പെരുമയൊന്നും അന്നേരം ഉണ്ടായെന്നും വരില്ല. അപ്പോൾ എന്ത് വേണമെന്ന് ഇപ്പം തന്നെ തീരുമാനിക്കാം എന്ന് അവന്തികയോട് അജയൻ അറിയിച്ചു. അതെല്ലാം കേട്ടതും അവന്തിക ആ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അജയൻ പറഞ്ഞു, ഓഹോ, അത് ശരി, ഇങ്ങോട്ട് വന്നപ്പോൾ ചേച്ചിക്ക് എന്തൊരു ധൃതിയായിരുന്നു, എന്തൊരു തിരക്കായിരുന്നു. ഇപ്പോൾ ആ തിരക്കെല്ലാം പോയോ എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, ശരി, ഞാൻ ഉടനെ തന്നെ അവളെ സമ്മതിപ്പിച്ച് നിന്നെ വിളിക്കാം എന്ന് പറയുമ്പോൾ അജയൻ പറഞ്ഞു, ശരി, അപ്പോൾ ഇപ്പോൾ തന്നെ കൃത്യമായൊരു തീരുമാനം എടുത്തോ, എത്രയും വേഗം തന്നെ ഇന്ന് തന്നെ എനിക്ക് അറിയുകയും ചെയ്യണം എന്ന് പറഞ്ഞു അവന്തികയോട് കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് അജയൻ പുറപ്പെട്ടു. അവന്തിക ആകെ നിരാശയോടെ നിന്നു. എത്രയും വേഗം അനഘയെ കൊണ്ട് ഇത് സമ്മതിപ്പിച്ച് തീരൂ എന്ന് അവന്തിക ഒരു തീരുമാനത്തിലെത്തി കഴിയുമ്പോൾ നെല്ലിശ്ശേരിയിൽ മീരയെടുത്തി അർച്ചനയോട് പറഞ്ഞു, അവളിപ്പോൾ ഇങ്ങനൊരു സഹായവുമായി നമ്മുടെ പിന്നാലെ ചോദിച്ചുകൊണ്ട് വന്നതിൻ്റെ കാരണം എന്താണെന്ന് നിനക്കറിയാവോ? ഈ ഒരു ആവശ്യം ഈ വീട്ടിൽ മറ്റാരോടെങ്കിലും, സേതുവങ്കലിനോടോ ശശിയോടോ നന്ദനോടോ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി അവന്തികയുടെ മേൽ അതിൻ്റെ കാരണങ്ങൾ വന്നു ചേരും. അവന്തികയ്ക്കും അത് കുഴപ്പമാവും. ആ ഒറ്റ കാരണത്താലാണ് അവൾ നമ്മളോട് വന്ന് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചത്. അതുമാത്രമല്ല, ഇങ്ങനൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നീ അവളെ കൈവിടില്ലെന്നും അവൾക്കറിയാം. നീ അതിന് അവൾക്ക് വാക്കും കൊടുത്തു. ഇനിയിപ്പോൾ എങ്ങനെയും അവളെ രക്ഷിക്കുക മാത്രമേ നമുക്കുള്ള നിവൃത്തിയുള്ളൂ എന്ന് മീരടുത്തി പറയുമ്പോൾ അർച്ചന പറഞ്ഞു, ഏട്ടത്തി പറയുന്നത് പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല ഏട്ടത്തി ഇത്. കാരണം അനഘയെ രക്ഷിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ആവശ്യം. പക്ഷേ ഇപ്പോൾ അനഘയെ രക്ഷിക്കാൻ എന്താണ് ഒരു വഴിയെന്ന് മാത്രം ഒന്നും തെളിഞ്ഞു വരുന്നില്ലല്ലോ ഏട്ടത്തി എന്ന് അച്ഛൻ പറയുമ്പോൾ മീര പറഞ്ഞു, അതെ, ഇപ്പോൾ അനഘ ഒരുപാട് മാറി. ഇനി അവളെ ആ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കണം. പിന്നെ സ്നേഹയുമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ,
സ്നേഹയുടെയും ആ ധനുഷിൻ്റെയും കാര്യം അത് ഉടനെ തന്നെ സച്ചിയെ വിവരം അറിയിക്കുക, അതാ വേണ്ടത് എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അല്ല എടുത്തി, ഞാൻ അത് സച്ചിയേട്ടനോട് പറഞ്ഞാൽ സച്ചിയേട്ടൻ ഉടനെ തന്നെ സ്നേഹയെ ചെന്ന് തല്ലും, അതാണ് പ്രശ്നം, പിന്നെ സ്നേഹയ്ക്ക് എന്നോട് വിരോധം തോന്നും എന്ന് പറഞ്ഞപ്പോൾ മീര പറഞ്ഞു, അത് സാരമില്ല മോളെ, സ്നേഹയ്ക്ക് നിന്നോട് വിരോധം തോന്നിയാലും പ്രശ്നമൊന്നുമില്ല, പിന്നീട് ആ ധനുഷ് എന്ന് പറയുന്നതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായി കഴിയുമ്പോൾ അന്ന് നിന്റെ അടുത്ത് താനേ വന്ന് അവൾ സംസാരിച്ചോളും, അവൾക്ക് പറ്റിയ തെറ്റ് അവൾ തിരിച്ചറിഞ്ഞോളും, അത് മതി, അല്ലാതെ മറ്റൊന്നിനും ഇപ്പം നീ പോകണ്ട എന്ന് അർച്ചനയെ നീരെടുത്തി ഉപദേശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് അനഘ വന്നെത്തി. അനഘ താഴേക്ക് വരുന്നത് കണ്ട് അർച്ചനയും മീരയും ആകെ ടെൻഷൻ നിൽക്കുമ്പോൾ അനഘ അരികിലേക്ക് എത്തി പറഞ്ഞു, എടുത്തി, എനിക്ക് ഇപ്പോൾ ഒന്ന് സ്വസ്ഥമായി കിടക്കാൻ പോലും കഴിയുന്നില്ല, ആ വിവാഹം എൻ്റെ ചേച്ചി നടത്തുമെന്നുള്ള നിർബന്ധത്തിലും വാശിയിലും അങ്ങനെ നിൽക്കുകയാണ്, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്ക് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല, ഇനി ഞാൻ ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്, വിവാഹം നടക്കുന്ന ആ ദിവസം തന്നെ ഞാൻ മരിക്കും, ഇഷ്ടമല്ലാത്ത ഒരാളോടൊപ്പം എൻ്റെ ജീവിതം ഹോമിക്കാൻ ഞാൻ തയ്യാറല്ല, ഇന്നേ വരെ എൻ്റെ വാശി ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ, ആ നിലയ്ക്ക് ഇങ്ങനെയൊരവസ്ഥ എനിക്കൊരിക്കലും ഉൾക്കൊള്ളാനോ ഒരിക്കലും അത് അംഗീകരിക്കാനോ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഏട്ടത്തി, ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക തന്നെ ചെയ്യും, അതാണ് എൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു, അനഘേ, അങ്ങനെയൊന്നും തീരുമാനിക്കില്ലേ എന്ന് പറയുമ്പോൾ മീരടുത്തി പറഞ്ഞു, അതെ അനഘേ, ഞങ്ങൾ എന്തായാലും നിന്റെ ഈ വിവാഹം നടത്താതെ ഞങ്ങൾ നോക്കിക്കോളാം, അതോർത്ത് നീ ആശങ്കപ്പെടണ്ട, പിന്നെ ഈ അനഘേ, നീ ഈ വീട്ടിലെ അംഗം കൂടിയല്ലേ, ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുപിടിയെന്ന് അവൻ്റേക്ക് നടത്താൻ കഴിയുന്ന കാര്യമല്ലല്ലോ, അതുകൊണ്ട് നീ സമാധാനപ്പെട്, ഇനിയും അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള ഒരവസരം ഞാൻ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അനഘ പറഞ്ഞു, ഇത്രയും നാളും ഞാൻ എൻ്റെ ചേച്ചിയെ വിശ്വസിച്ചാണ് ജീവിച്ചത്, പക്ഷേ എൻ്റെ ചേച്ചി എൻ്റെ ജീവിതം വെച്ച് ഇങ്ങനെയൊരു നീക്കം നടത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല, എന്തായാലും എൻ്റെ ചേച്ചിക്ക് വേണ്ടി എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ തയ്യാറല്ല, ഒന്നുമല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളോടൊപ്പം, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനാവാത്ത ഒരാളോടൊപ്പം എൻ്റെ ജീവിതം ഹോമിക്കാൻ ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുക എന്ന് മാത്രമാണ് ഇനി എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അനഘേ, നീ ഇങ്ങനെയൊന്നും സംസാരിക്കാതെ, എന്തായാലും ഈ വിവാഹം മുടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം അവന്തികേട്ടത്തിയുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഉണ്ടായിട്ടില്ലല്ലോ, അവന്തികേട്ടത്തി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് അതിന് തരണം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ, അതുകൊണ്ടാണ് അവന്തികേട്ടത്തിയുടെ നീക്കം എന്താണെന്ന് തിരിച്ചറിയാതെ നമുക്കൊന്നും ചെയ്യാനായില്ല, അതുകൊണ്ട് തന്നെ ഏട്ടത്തിയുടെ ഇനിയുള്ള നീക്കം എന്താണെന്നറിയട്ടെ, അതിനുശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു തുടക്കം കിട്ടാൻ ഒന്നും എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഒരു അങ്കലാപ്പിൽ നിൽക്കുകയാണ് നമ്മളിപ്പോൾ, അതുകൊണ്ട് തന്നെ ഏട്ടത്തിയുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം അതിനെതിരായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ എന്ന് അർച്ചന അനഘയോടും മീരടുത്തിയോടും അറിയിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് മീരടുത്തി അനഘയുടെ അരികിലേക്ക് എത്തിയിട്ട് കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സങ്കടപ്പെടാതെ അനഘെ എന്ന് പറഞ്ഞ് നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് അനഘയെ ആശ്വസിപ്പിക്കുമ്പോൾ അവിടേക്ക് അവന്തിക എത്തി. അവന്തിക ആ കാഴ്ച കണ്ട് അനഘെ എന്നുറക്കെ വിളിച്ചു. അപ്പോഴേക്കും മീരയും അർച്ചനയും അനഘയും കൂടി അവന്തികയെ നോക്കി. ഉടനെ തന്നെ അവന്തിക അരികിലേക്ക് എത്തി. അനഘെ, നീ എൻ്റെ അനുജത്തിയാണ് എന്ന് പറഞ്ഞ് നീ എന്തിനാ ഇവരോട് ചങ്ങാത്തം കൂടാൻ നിൽക്കുന്നത്, നീങ്ങി വന്നേ, എനിക്കിതിനോട് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അനഘ അർച്ചനെ നോക്കിയിട്ട് പറഞ്ഞു, എടുത്തി, ഞാനിപ്പോൾ വരാം എന്ന് അർച്ചനോട് പറയുമ്പോൾ അനഘയെ നോക്കി അവന്തിക വീണ്ടും ദേഷ്യപ്പെട്ടു. അനഘെ, നീ എൻ്റെ അനുജത്തിയാണ്, എന്നോട് സംസാരിച്ചാൽ മാത്രം മതി, മറ്റുള്ളവരുമായിട്ടുള്ള ചങ്ങാത്തമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അനഘയെ പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ അനഘയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് അർച്ചനയും മീരയും ഒന്നും മിണ്ടാതെ ഇങ്ങനെയുള്ള അവന്തികയുടെ പ്രവൃത്തിയിൽ എന്ത് ചെയ്യാന്നറിയാതെ അവർ രണ്ടുപേരും ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അനഘയെ റൂമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവന്തിക ചോദിച്ചു, നീ എന്തിനാ അവരോട് സംസാരിക്കാൻ പോകുന്നത്, അവരുമായിട്ട് കൂട്ടുകൂടാൻ പോകുന്നത്, നമ്മുടെ കുടുംബം തകർത്ത നമ്മളെ ദ്രോഹിച്ചവരാണവർ, അത് നീ മറക്കണ്ട എന്ന് പറയുമ്പോൾ അനഘ അവന്തിയോട് ചോദിച്ചു, എന്തിനാ ചേച്ചി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്, അക്കാര്യം പറ എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു, അതെ, വേറൊന്നുമല്ല, നാളെ നിന്റെയും ആ അജയൻ്റെയും വിവാഹം ഞാൻ ഉറപ്പിച്ചു, അവന് വാക്ക് കൊടുത്തിട്ടാ ഞാൻ വരുന്നത്, നാളെ തന്നെ ഈ വിവാഹം നടത്തിയേ തീരൂ, അല്ലാതെ വേറൊന്നും നിവൃത്തിയില്ല, ഈ വിവാഹം നടന്നില്ല എങ്കിൽ എൻ്റെ പ്ലാനിങ്ങുകളെല്ലാം തകരും, അതുകൊണ്ട് തന്നെ നാളെ ഈ വിവാഹം നടന്നേ തീരൂ എന്ന് അവന്തിക അനഘയോട് അറിയിച്ചു. അല്ലെങ്കിലും ആ അജയനെ നീ വിവാഹം കഴിക്കുന്നതുകൊണ്ട് എന്താ തെറ്റുള്ളത്, അവൻ എന്തെല്ലാം സഹായം നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്തു തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ രണ്ടുപേരും ജയിലിൽ പോയി കിടക്കേണ്ടതാണ്, അത് മാത്രമല്ല അവനെ പോലെ ഒരുത്തനെ നിനക്ക് വിവാഹം കഴിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം,
ഒരുത്തരെ ഒരു പെണ്ണിനെ ആക്കിയ സന്ദീപിനേക്കാളും എത്രയോ യോഗ്യനാണ് അജയൻ. സത്യത്തിൽ നിന്നെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടല്ലേ അവൻ നിന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. നിന്നെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ച് നിന്റെ പിന്നാലെ വരുന്നത്. അതുകൊണ്ട് അവനും നല്ല സ്വഭാവമുള്ളവനാണ്. അവനെപ്പോലെ ഒരുത്തൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് നിനക്കൊരു കുഴപ്പവും വരില്ല മോളെ എന്നെല്ലാം അവന്തിക അനഘയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അനഘ ദേഷ്യത്തോടെ പോകുന്നു. അപ്പോഴേക്കും അവന്തിക അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, എടി മോളെ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞതും അനഘ പറഞ്ഞു, ചേച്ചി എന്നോട് ചേച്ചി ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറഞ്ഞാൽ ഞാൻ നിറഞ്ഞ മനസ്സോടെ അതിന് തയ്യാറാകും. ഞാൻ പറഞ്ഞല്ലോ, അജയനെ പോലെ ഒരുത്തനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ ഭേദം ജയിലിൽ പോയി കിടക്കുന്നതാണ്. ചേച്ചി ചെയ്ത തെറ്റുകളെല്ലാം എൻ്റെ തലയിൽ കയറ്റിവെച്ചോ, ഞാൻ ഏറ്റോളാം, എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ ആ കുറ്റവാളിയായിട്ട് ജയിലിൽ പോയിക്കോളാം. പക്ഷേ അവനെപ്പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ മാത്രം എനിക്ക് കഴിയില്ല. അതിന് മാത്രം ചേച്ചി നിർബന്ധിക്കരുത്. ചേച്ചി എന്നോട് ചേച്ചി ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റെടുക്കാൻ കഴിയുമെന്നും ആ കുറ്റങ്ങളൊക്കെ ഏറ്റെടുത്ത് ജയിലിൽ പോകാൻ പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് ഇത്രയും സങ്കടം വരുമായിരുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ എനിക്കൊരു തീരുമാനമുണ്ട് ചേച്ചി. ആ തീരുമാനം മാറാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. അതുകൊണ്ട് ഈ വിവാഹം ഒരു കാരണവശാലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ചേച്ചി. അല്ലെങ്കിൽ സത്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും പറയും. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇങ്ങനെ ഒരു ജീവിതത്തിന് ഞാൻ ഒരിക്കലും തയ്യാറല്ല. ചേച്ചിക്ക് മറ്റെന്ത് വേണമെങ്കിലും പറയാം. ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊരു സംസാരം ഈ കാര്യത്തിലില്ല എന്ന് പറഞ്ഞ് അനഘ ദേഷ്യത്തോടെ അവന്തികയോട് സംസാരിക്കുകയും ചേച്ചിക്ക് ഇതല്ലാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ചേച്ചിക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് അവന്തികയോട് അനഘ അറിയിച്ചു. അത് കേട്ടതും അവന്തിക ഒന്നും മിണ്ടാതെ വേഗം റൂമിൽ നിന്ന് നാണം കെട്ട് പുറത്തേക്ക് ഇറങ്ങുകയും അനഘ ആകെ തകർന്ന മനസ്സുമായി ആ ബെഡിലേക്ക് വന്നിരുന്നു. ഈ സമയത്ത് അനഘ താഴേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടതോടെ മീരയെടുത്ത് വേഗം മുകളിലേക്ക് വന്നു. അനഘയുടെ റൂമിലേക്ക് മീരയെടുത്ത് ചെന്നതും അനഘ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് മീര അനഘയെ സമാധാനിപ്പിച്ചു. കരയാതെ മോളെ, ഇതിന് ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാം. നീ സമാധാനപ്പെടും. നിനക്കിഷ്ടമല്ലാത്ത ഒരു വിവാഹവും എന്തായാലും നിനക്കുണ്ടാവില്ല, അത് തീർച്ച എന്ന് പറഞ്ഞ് മീര അനഘയെ സമാധാനിപ്പിക്കുകയും, നിന്റെ ചേച്ചിയെ പോലെയല്ല അർച്ചനയെ നിനക്ക് വിശ്വാസമാണല്ലോ. അവൾ വാക്ക് തന്നാൽ തീർച്ചയായിട്ടും അത് നടത്തിയിരിക്കും. അതോർത്ത് മോള് വിഷമിക്കാറ് എന്ന് പറഞ്ഞ് അനഘയെ സമാധാനിപ്പിച്ചു. റൂമിലെത്തിയ അവന്തിക അനഘയെക്കുറിച്ച് ആലോചിച്ചു. അനഘ ഈ വീട്ടിൽ നിന്നാൽ അത് എനിക്കും ധനുഷിനും ആപത്താണ്. അതുകൊണ്ട് തന്നെ അനഘയും അജയനും വിവാഹം കഴിച്ച് ഈ നാട്ടിൽ നിന്ന് പോകുന്നത് തന്നെയാണ് എന്തുകൊണ്ട് നല്ലത് എന്ന് അവന്തിക തീരുമാനിച്ചു. വേഗം തന്നെ തൻ്റെ ഫോണെടുത്ത് അവന്തിക അജയനെ വിളിച്ചു. അജയൻ കോളെടുത്തതും ഹലോ ചേച്ചി എന്ന് വിളിച്ചതും ചേച്ചിയുടെ കുഞ്ഞനുജനെ ഇപ്പോൾ എവിടെയാ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അജയൻ പറഞ്ഞു, ഈ ഒരു സംസാരത്തിൻ്റെ കാരണം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചേച്ചിയെ കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊരു സ്നേഹപ്രകടനമൊക്കെ ഇപ്പം നടത്തുന്നത് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, അതൊന്നുമല്ല, ഞാനൊരു കാര്യം നിന്നോട് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറഞ്ഞതും അജയൻ ചോദിച്ചു, എന്ത് കാര്യമാ? അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അതെ, നാളെ തന്നെ അജയന് അനഘയെ വിവാഹം കഴിക്കാൻ പറ്റുമോ? ആ ചോദ്യം കേട്ടതോടെ അജയൻ ഞെട്ടി. ഈ സമയത്ത് അവന്തികയുടെ റൂമിനരികിലൂടെ വന്ന അർച്ചന ആ സംസാരം കേൾക്കാനിടയാവുന്നു. അജയ, നീ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ എത്രത്തോളമാണെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞത് നാളെ നിങ്ങളുടെ വിവാഹം നടത്താൻ ഞാൻ തയ്യാറാണ് എന്ന് അവന്തിക പറയുമ്പോൾ പതുക്കെ ഹസന അവിടെ വന്ന് കാതോർത്തു. ആ സമയത്ത് അവന്തിക അജയനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചപ്പോൾ അജയൻ പറഞ്ഞു, അതെ, നാളെ വേണ്ട, ഇപ്പോൾ ഈ നിമിഷം വേണമെങ്കിൽ ഞാൻ അനഘയുടെ കഴുത്തിൽ താലി കെട്ടിക്കോളാം എന്ന് അജയൻ അറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അത്രയ്ക്ക് ആവേശമൊന്നും വേണ്ട, നാളത്തെ കാര്യം മതി, നാളെ തന്നെ നടത്താം. എന്താ, നിനക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചതും അജയൻ പറഞ്ഞു, അതിനെന്താ ചേച്ചി, എനിക്കതിൽ യാതൊരു വിസമ്മതവുമില്ല എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, എന്നാൽ ശരി, എന്നാൽ എനിക്കൊരു നിബന്ധനയുണ്ട്. എനിക്കെതിരെയുള്ള ഒരു തെളിവും നിന്റെ പക്കൽ അവശേഷിപ്പിക്കരുത്. നീ ശേഖരിച്ചു വെച്ചിരിക്കുന്ന എനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നീ എൻ്റെ കയ്യിലേക്ക് നൽകണം. എനിക്ക് എൻ്റെ കയ്യിൽ തിരികെ നൽകണം. അങ്ങനെയാണെങ്കിൽ മാത്രം അനഘയുമായിട്ടുള്ള നിന്റെ വിവാഹം നാളെ ഞാൻ നടത്തിത്തരും. അത് കേട്ട ആ നിമിഷം അർച്ചന പുറത്തു നിന്ന് അതെല്ലാം കേട്ടു. ഇത് അനഘയുമായിട്ടുള്ള അജയൻ്റെ വിവാഹത്തിനായുള്ള ഒരുക്കമാണ് ഈ നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയതോടെ അർച്ചന
എന്താണ് ഇതിനെതിരെ എന്ത് നീക്കമാണ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. അതിനുശേഷം നേരെ സച്ചിയുടെ റൂമിലേക്ക് അർച്ചന എത്തണം. സച്ചിയോട് ചില കാര്യങ്ങൾ പറയാനായി അർച്ചന തീരുമാനിക്കണം. സച്ചിയുടെ അരികിലെത്തി അർച്ചന സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ, ഇനിയും ഇക്കാര്യം സച്ചിയേട്ടനോട് ഞാൻ തുറന്നു പറഞ്ഞില്ല എങ്കിൽ ഞാനാകെ തകർന്നു പോകും എന്ന് അറിയിച്ചു. സച്ചി അതെന്താണെന്നുള്ള രീതിയിൽ ആകാംക്ഷയോടെ കാത്തു നിൽക്കുമ്പോൾ അവന്തിക അനഘയുടെ അരികിലെത്തി പറഞ്ഞു, ഇനി മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക. ഈ ചേച്ചിയുടെയും നിന്റെയും ജീവിതം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. നീ ചേച്ചി ഒന്ന് മനസ്സിലാക്കും മോളെ എന്ന് പറഞ്ഞു അനഘയെ കൊണ്ട് ആ വിവാഹത്തിന് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാനുള്ള ശ്രമം അവന്തികയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അവസാനം സച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അനഘയുടെ വിവാഹം നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താൻ സച്ചിയും അർച്ചനയ്ക്കൊപ്പം നിൽക്കാമെന്ന് സമ്മതിക്കുന്നു.